സുഹൃത്തുക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാനൊരു കഥ പറയാം. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു. അവിടെ വന്നും പോയിരുന്നതുമായ യാത്രക്കാരുടെ കയ്യിൽ നിന്നും ഭിക്ഷ യാചിച്ചാണ് അയാൾ വിശപ്പകറ്റിയിരുന്നത്. ഒരിക്കൽ അയാൾ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോട്ടും സ്യൂട്ടും ധരിച്ച ഒരു യാത്രക്കാരനെ കണ്ടു. അയാളെ കണ്ടപ്പോൾ വലിയ പണക്കാരനായ ഒരു വ്യക്തിയാണെന്ന് ഭിക്ഷക്കാരൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അയാളുടെ അടുത്തുനിന്നും ഭിക്ഷ ചോദിച്ചാൽ കൂടുതൽ പണം കിട്ടുമെന്നും അയാൾ കരുതി. ഭിക്ഷക്കാരൻ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് ഭിക്ഷ യാചിച്ചു. അപ്പോൾ ആ പണക്കാരനെന്ന് തോന്നിക്കുന്ന വ്യക്തി ഭിക്ഷക്കാരനെ നോക്കിക്കൊണ്ട് തിരിച്ചു ചോദിച്ചു, "നീ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ചോദിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നീ എപ്പോഴെങ്കിലും എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന്?" ഇത് കേട്ടപ്പോൾ ഭിക്ഷക്കാരൻ പറഞ്ഞു, "ഞാനൊരു ഭിക്ഷക്കാരനാണ്. എനിക്കെപ്പോഴും യാചിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്തെങ്കിലും കൊടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല" എന്ന്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, "ആർക്കും ഒന്നും കൊടുക്കാൻ നിന്റെ കയ്യിലില്ലെങ്കിൽ നിനക്ക് ചോദിക്കാനും അർഹതയില്ല. ഞാനൊരു വ്യാപാരിയാണ്. കൊടുക്കുന്നതിലും വാങ്ങുന്നതിലുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിന്റെ കയ്യിൽ എനിക്ക് തരാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിനു പകരമായി എനിക്കെന്തെങ്കിലും നിനക്ക് തരാൻ കഴിയൂ." ഇങ്ങനെ പറഞ്ഞ ശേഷം ആ വ്യക്തി തന്റെ ട്രെയിൻ വന്നപ്പോൾ അതിൽ കയറിപ്പോയി. ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഭിക്ഷക്കാരൻ ആലോചിച്ചുകൊണ്ടിരുന്നു. ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ ഭിക്ഷക്കാരന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഒരുപക്ഷെ തനിക്ക് പൈസ അധികം കിട്ടാത്തത് ആർക്കും താൻ തിരിച്ചൊന്നും കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഭിക്ഷക്കാരൻ ചിന്തിച്ചു. "ഞാനൊരു ഭിക്ഷക്കാരനല്ലേ? എനിക്ക് വാങ്ങാനല്ലാതെ കൊടുക്കാനുള്ള കഴിവില്ലല്ലോ. പക്ഷേ എത്ര നാൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഞാനിങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും?" ഇത്തരത്തിൽ ഒരുപാട് ചിന്തിച്ച ശേഷം ഭിക്ഷക്കാരൻ ഇങ്ങനെ ഉറപ്പിച്ചു, അതായത് ആരെങ്കിലും എനിക്ക് ഭിക്ഷ തരികയാണെങ്കിൽ അവർക്ക് അതിനു പകരമായി എന്തെങ്കിലും ഞാൻ കൊടുക്കുമെന്ന്. എങ്കിലും ഭിക്ഷക്കാരന്റെ മനസ്സിൽ താനൊരു ഭിക്ഷക്കാരനാണെന്നും ഭിക്ഷ തരുന്നതിന് പകരം തിരിച്ചെന്ത് കൊടുക്കാൻ കഴിയും എന്ന ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ചിന്തിച്ച് 2 ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഭിക്ഷക്കാരന് കൃത്യമായ ഉത്തരമൊന്നും ലഭിച്ചില്ല. 3-ാമത്തെ ദിവസം ഭിക്ഷക്കാരൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് പൂക്കൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് അയാൾ ചിന്തിച്ചത്, ഭിക്ഷ തരുന്നതിന് പകരമായി മറ്റുള്ളവർക്ക് പൂക്കൾ കൊടുത്താലോ എന്ന്. അങ്ങനെ ഭിക്ഷക്കാരൻ അവിടെ നിന്നും കുറച്ച് പൂക്കൾ പറിച്ചെടുത്ത് ട്രെയിനിൽ ഭിക്ഷ യാചിക്കാൻ പോയി. ഇപ്പോൾ അയാൾക്ക് ആരെങ്കിലും ഭിക്ഷ കൊടുക്കുമ്പോൾ അതിനു പകരമായി അയാൾ കുറച്ച് പൂക്കൾ കൊടുക്കും. ആളുകൾ ആ പൂക്കൾ സന്തോഷത്തോടെ വാങ്ങുകയും ചെയ്യും. ഇതുപോലെ എല്ലാ ദിവസവും അയാൾ പൂക്കൾ പറിച്ച് അയാൾക്ക് കിട്ടുന്ന ഭിക്ഷയ്ക്ക് പകരമായി മറ്റുള്ളവർക്ക് പൂക്കൾ കൊടുക്കുവാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്ക് കൂടുതൽ ആളുകൾ ഭിക്ഷ തരാൻ തുടങ്ങിയതായി അയാൾ മനസ്സിലാക്കി. ഭിക്ഷക്കാരനാണെങ്കിൽ കൂടുതൽ പൂക്കൾ പറിച്ചെടുത്ത് കൊടുക്കുവാനും തുടങ്ങി. അതുമൂലം അയാൾക്ക് കൂടുതൽ ഭിക്ഷയും ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ അയാൾ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കോട്ടും സ്യൂട്ടും ധരിച്ച ആ പഴയ പണക്കാരനായ വ്യക്തിയെ കാണാനിടയായി. അയാളാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ടെങ്കിൽ അതിനു പകരമായി തിരിച്ചെന്തെങ്കിലും കൊടുക്കണം എന്ന തത്വം ഭിക്ഷക്കാരനെ പഠിപ്പിച്ചത്. തുടർന്ന് ഭിക്ഷയ്ക്ക് പകരമായി പൂക്കൾ കൊടുക്കാമെന്ന തീരുമാനത്തിലേക്ക് അയാൾ എത്തിച്ചേർന്നതും. ഭിക്ഷക്കാരൻ ആ പണക്കാരനായ വ്യക്തിയുടെ അടുത്ത് ചെന്ന് ഭിക്ഷ ചോദിക്കുകയും ഭിക്ഷയ്ക്ക് പകരം എന്റെ കയ്യിൽ തരാൻ പൂക്കളുണ്ടെന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട പണക്കാരന് വലിയ സന്തോഷമായി. അദ്ദേഹം ഭിക്ഷക്കാരന് കുറച്ച് പണം നൽകി. അതിനു പകരമായി ഭിക്ഷക്കാരൻ അയാൾക്ക് പൂക്കളും കൊടുത്തു. പൂക്കൾ വാങ്ങിയ ശേഷം പണക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇപ്പോൾ നീയും എന്നെപ്പോലെ ഒരു വ്യാപാരിയായല്ലോ" എന്ന്. തുടർന്ന് തന്റെ ട്രെയിൻ വന്നപ്പോൾ അദ്ദേഹം അതിൽ കയറി പോകുകയും ചെയ്തു. പണക്കാരൻ യാത്രയായി കുറെ സമയം കഴിഞ്ഞെങ്കിലും ഭിക്ഷക്കാരൻ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പണക്കാരൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ തന്നോട് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞതുമെല്ലാം അയാൾ ആലോചിച്ചു. ആലോചിക്കും തോറും അയാൾക്ക് സന്തോഷവും തന്നോടുള്ള മതിപ്പും കൂടി വന്നു. അയാൾക്ക് മനസ്സിലായി താൻ ചെയ്യുന്ന കാര്യം തന്റെ ഇതുവരെയുള്ള ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നാണെന്ന്. ഭിക്ഷക്കാരൻ പെട്ടെന്ന് ട്രെയിനിൽ നിന്നിറങ്ങി ആകാശത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "ഞാൻ ഇനി മുതൽ ഭിക്ഷക്കാരനല്ല, ഞാനൊരു വ്യാപാരിയാണ്. എനിക്കും പണക്കാരനാകാൻ കഴിയും." അയാൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട മറ്റുള്ള ആളുകൾ കരുതി ഇയാളൊരു മാനസിക രോഗിയാണെന്ന്. പിറ്റേ ദിവസം മുതൽ
ആ ഭിക്ഷക്കാരനെ ആരും റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ല. 6 മാസങ്ങൾക്ക് ശേഷം ആ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൽ കോട്ടും സ്യൂട്ടും ധരിച്ച 2 വ്യക്തികൾ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അതിലൊരാൾ മറ്റൊരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് നിങ്ങൾക്കെന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. മറ്റേ വ്യക്തി ഇല്ല എന്നും ആദ്യമായിട്ടാണ് താങ്കളെ കാണുന്നതെന്നും അയാളോട് പറഞ്ഞു. എന്നാൽ നമ്മൾ ആദ്യമായിട്ടല്ല, 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കാണുന്നതെന്ന് ആദ്യത്തെ വ്യക്തി പറഞ്ഞു. അപ്പോൾ 2ാമത്തെയാൾ എനിക്ക് ഓർമ്മയില്ല, 2 പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞത് എപ്പോഴാണ് എന്ന് അയാളോട് തിരിച്ചു ചോദിച്ചു. അതിനു മറുപടിയായി 1ാമൻ പറഞ്ഞു, നമ്മൾ 2 പ്രാവശ്യം ഈ ട്രെയിനിൽ തന്നെ കണ്ടുമുട്ടിയിരുന്നു. ഞാൻ ആ പഴയ ഭിക്ഷക്കാരനാണ്. താങ്കളാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അപ്പോഴാണ് മറ്റേ വ്യക്തിക്ക് ഇയാളെ ഓർമ്മ വന്നത്. ഞാനാണ് ഭിക്ഷ വാങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതും പിന്നെ കണ്ടപ്പോൾ കുറച്ച് പൂക്കൾ വാങ്ങിച്ചതുമെന്ന് ആദ്യത്തെ വ്യക്തിയോട് അയാൾ പറഞ്ഞു. അല്പം അമ്പരപ്പോടെ താൻ കോട്ടും സ്യൂട്ടും ധരിച്ച് എവിടെ പോകുന്നുവെന്നും ഇപ്പോൾ തന്റെ ജോലി എന്താണെന്നും അയാൾ ചോദിച്ചു. ഞാൻ തന്നെയാണ് ആ പഴയ ഭിക്ഷക്കാരനെന്നും ഇപ്പോൾ ഞാൻ പൂക്കളുടെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരിയാണ്, ഒരു കച്ചവടത്തിനായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്നും ആദ്യത്തെ വ്യക്തി പറഞ്ഞു. താങ്കളാണ് എനിക്ക് ആ നിയമം പറഞ്ഞു തന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. വാങ്ങുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും വില ഇപ്പോൾ എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് ഞാൻ സ്വയം ഒരു ഭിക്ഷക്കാരനായി മാത്രമാണ് എന്നെ കണ്ടത്. പക്ഷേ 2ാമത്തെ പ്രാവശ്യം താങ്കളെ കണ്ടപ്പോൾ ഞാനൊരു വ്യാപാരിയായി എന്ന് താങ്കൾ എന്നോട് പറഞ്ഞു. സത്യത്തിൽ അന്ന് ഞാനൊരു ഭിക്ഷക്കാരനല്ല, ഒരു വ്യാപാരിയായി മാറിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ശരിക്കും ആളുകൾ എനിക്ക് ഭിക്ഷയല്ല തരുന്നത്, പകരം ഞാൻ കൊടുക്കുന്ന പൂക്കളുടെ വിലയാണ് തന്നുകൊണ്ടിരുന്നത്. എല്ലാവരും എൻ്റെ പൂക്കൾ വാങ്ങിച്ചിരുന്നു. കാരണം ഇതിലും വിലക്കുറവുള്ള പൂക്കൾ മറ്റെങ്ങും കിട്ടാനില്ല. മറ്റുള്ളവർക്ക് ഞാനൊരു വ്യാപാരിയായിരുന്നു, പക്ഷേ ഞാൻ എന്നെ തന്നെ ഒരു ഭിക്ഷക്കാരനായി കണ്ടു. താങ്കളാണ് ഞാനൊരു വ്യാപാരിയാണ് എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കി തന്നത്. എനിക്ക് പൂക്കൾ കൊടുത്ത് കിട്ടിയ പണം കൂട്ടിവെച്ച് ഞാൻ കൂടുതൽ പൂക്കൾ വാങ്ങി കച്ചവടം ചെയ്തു. ഇവിടെയുള്ള ആളുകൾക്ക് ഭാഗ്യവശാൽ പൂക്കൾ വലിയ ഇഷ്ടമാണ്. അവരുടെ ഈ ഇഷ്ടം എന്നെ ഒരു വ്യാപാരിയാക്കി മാറ്റി. ആദ്യത്തെ വ്യക്തി ഇത്രയും പറഞ്ഞ് അടുത്ത സ്റ്റേഷനിലിറങ്ങി. സുഹൃത്തുക്കളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ കഥയിലെ ആദ്യത്തെ വ്യാപാരിക്ക് ഗീവ് ആൻഡ് ടേക്ക് നിയമത്തെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. ലോകത്തിലെ എല്ലാ വലിയ വ്യാപാരികളും ഈ നിയമത്തെ പ്രയോഗിച്ചുകൊണ്ടാണ് വിജയം കൈവരിച്ചത്. ഈ നിയമം തന്നെയാണ് ഭിക്ഷക്കാരനോടും അയാൾ പറഞ്ഞത്. ഈ നിയമം ഭിക്ഷക്കാരൻ ഉപയോഗപ്പെടുത്തിയപ്പോൾ അയാളുടെ ജീവിതവും മാറിമറിഞ്ഞു. ഈ കഥയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ ചിന്തകൾ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ നമുക്കെല്ലാം തന്നെ നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. നമ്മൾ നമ്മളെ ചെറുതായി കണ്ടാൽ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. അഥവാ നമുക്ക് മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളും മാറ്റേണ്ടതാണ്. ഈ ലോകത്ത് നമുക്ക് മുമ്പിൽ വിജയം കൈവരിച്ച വ്യക്തികളെല്ലാം വേറിട്ട രീതിയിൽ ചിന്തിച്ചവരാണ്. ഒരുപക്ഷെ അവരെല്ലാം അത്തരത്തിൽ വ്യത്യസ്തമായി ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരും സാധാരണക്കാരായി നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. നിങ്ങളുടെ വിജയം നിങ്ങൾ ചിന്തിക്കുന്നതിലാണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. അപ്പോൾ നിങ്ങൾ തനിയെ മാറുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയം തന്നെ കൈവരിക്കാനും സാധിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.